നമസ്കാരം. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ കുടുംബാംഗങ്ങളെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷത്തോടുകൂടി ഓണാഘോഷം വിപുലമായിട്ടുള്ള രീതിയിൽ ജന്മനാട്ടിലോ അഥവാ അന്യനാട്ടിലോ വിപുലമാക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. കലാകായിക മത്സരങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് നേതൃത്വ സ്ഥാനം വഹിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ കാർഷികമായിട്ടുള്ള കൂട്ടായ്മയിൽ പങ്കുചേരുവാനും നേതൃത്വ സ്ഥാനം വഹിക്കുവാനുള്ള അവസരമുണ്ടായിത്തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിപരീതമായിരുന്ന പലരും അനുകൂലമായി തീരുവാനിടയുണ്ട്. അലോഗ്യമായിട്ടുള്ളവരിൽ നിന്നും ചില സഹായങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്ചര്യം അനുഭവപ്പെടും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തി, സജ്ജനപ്രീതി, പ്രതാപം, ഐശ്വര്യം എന്നിവ ഉണ്ടായിത്തീരും. ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കുവാനുള്ള പ്രവൃത്തി മണ്ഡലങ്ങളിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറുവാനുള്ള ഒരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അതല്ലാത്ത നിലയിൽ സ്വല്പം പണം മുതൽ മുടക്കുകയും ലാഭശതമാനം വഹിക്കുന്ന വിധത്തിലും ശമ്പളത്തോടു കൂടിയതായിട്ടുള്ള ചില പ്രവർത്തന മേഖലകളിൽ ഏറ്റെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളും ഫലപ്രദമായി തീരും. സ്വന്തം നിലയിൽ പരീക്ഷ, ഇൻ്റർവ്യൂ, സന്ധി സംഭാഷണം, കരാർ ഒപ്പുവയ്ക്കുക അഥവാ മത്സരങ്ങൾ, അതുപോലെ തന്നെ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഏർപ്പെടുന്നത് അവരവർക്ക് സ്വന്തം നിലയിൽ നിശ്ചയിക്കാവുന്ന തീയതികളാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും നന്നാവുക. കുടുംബ ബന്ധത്തിന് പ്രാധാന്യം നൽകുന്ന പുത്രപൗത്രാദികളുടെ സമീപനത്തിൽ ആശ്വാസമുണ്ടായിത്തീരും. കുടുംബത്തിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. വിപുലമായിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുവാനിടവരുമെങ്കിലും സാമ്പത്തിക അനിശ്ചിതാവസ്ഥകളെ പറ്റിയിട്ട് വീണ്ടും വിചാരത്തോടു കൂടിയതായിട്ടുള്ള സമീപനം നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്നുകൂടിയാണ് ചതയ നക്ഷത്രക്കാരുടെ ഈ ഒരു ആഗസ്റ്റ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. നമസ്കാരം.